ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിൽ പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ആർക്കൊക്കെ കോൾ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം നമുക്ക് ഈ ഒരു കോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഈ ഒരു ഹിസ്റ്ററി ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി മാത്രമല്ല, ഫോൺ ഒന്ന് ഫോർമാറ്റ് ചെയ്തു എന്നാൽ പോലും നമുക്ക് നമ്മുടെ കോൾ ഹിസ്റ്ററി, അപ്പം ഈ ഒരു മാസം ആർക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, ഈ ഒരു നമ്പറിൽ നിന്ന് ആർക്കൊക്കെ കോൾ പോയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തത്തിൽ നമുക്ക് PDF ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ സിമ്മിനും ഓരോ രീതിയിലാണ് കേട്ടോ ഈ ഒരു PDF ലഭിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഞാൻ വഴിയെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണണമെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ എയർടെൽ സിം ആണെങ്കിൽ അവർക്കാണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സ്റ്റാർട്ട് ചാറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് 2 എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ 121 നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചാറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് താഴത്ത് ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴത്ത് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇവിടെ ഞാൻ ഈ കൊടുക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക, അതായത് എൻ്റർ ചെയ്യുക. അതായത് ഈ പ്രീ ബില്ല് എന്നിട്ട് സ്പേസ് ഇടുക. ദെൻ നിങ്ങൾക്ക് ഏത് മാസത്തെ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത് എന്ന് വെച്ചാൽ കോൾ ഹിസ്റ്ററി ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാസത്തെ ഒരു ചെറിയ രീതിയിൽ തന്നെ ഒരു എഴുതി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണെന്നുണ്ടെങ്കിൽ APR ഇങ്ങനെ, അല്ലെങ്കിൽ നവംബർ ആണെങ്കിൽ NOV ഇങ്ങനെ അതിൻ്റെ ഒരു ഷോർട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഏത് മെയിൽ ഐ ഡിക്കാണ് നിങ്ങൾക്ക് ഈ ഒരു PDF വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ആണെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കായിരിക്കും ഇൻസ്റ്റൻ്റ്ലി, അതായത് നിങ്ങൾ ഈ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു മാസത്തെ മൊത്തം കോൾ ഹിസ്റ്ററി നമുക്ക് PDF ആയിട്ട് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന സെൻഡിൻ്റെ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്തോളൂ. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മെസ്സേജ് പോയിട്ടുണ്ട്. ദെൻ സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം തന്നെ നമുക്ക് ഒരു മെസ്സേജ് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു പാസ്വേഡ് കാണുന്നുണ്ടല്ലോ ഏറ്റവും താഴത്തായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു PDF ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ആ ഒരു PDF വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പം ആ ഒരു PDF ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡാണ് ഇത്. ഓക്കെ, ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു PDF ഓപ്പൺ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് VI എങ്ങനെയാണ്, ജിയോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ഉള്ള മൊബൈൽ ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മെയിൽ ഐ ഡി എടുത്തു. ദെൻ ഞാൻ കൊടുത്തിട്ടുള്ള അതേ മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ എയർടെലിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ദെൻ താഴത്തോട്ട് ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു PDF ലഭിച്ചിട്ടുണ്ട്. ആ PDF ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ഡൗൺലോഡ് ആയി കിട്ടും. അങ്ങനെ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു പേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ കണ്ട ആ ഒരു മെസ്സേജിൽ കണ്ട ആ ഒരു പാസ്വേഡ് ഉണ്ടല്ലോ, അതാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഈ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ സ്ക്രീൻ റെക്കോർഡ് ബ്ലാക്ക് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. കാരണം പാസ്വേഡൊക്കെ സെക്യൂരിറ്റി ആണല്ലോ, അതുകൊണ്ടാണ് സ്ക്രീൻ റെക്കോർഡ് മൊത്തത്തിൽ ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ആ ഒരു PDF മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ തന്നെ ആ ഒരു മാസം ഏതൊക്കെ നമ്പറിലേക്ക് ഏതൊക്കെ സമയത്ത് കോൾ പോയിട്ടുണ്ട് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ എയർടെൽ സിമ്മിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ മറ്റൊരു നമുക്ക് VI എടുക്കാം. VI ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 1, അതായത് സ്റ്റാർട്ട് ചാറ്റ് കൊടുത്തതിന് ശേഷം 1 2 3 4 5 അത് എൻ്റർ ചെയ്തിട്ട് ആ ഒരു ചാറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഈ ബില്ല് എന്ന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക. ദെൻ സ്പേസ് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഏത് മാസമാണോ ആ ഒരു മാസം നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ഇല്ല, നിങ്ങളുടെ ഷോർട്ടായിട്ട് ആ ഒരു മാസത്തിൻ്റെ ഷോർട്ട് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏപ്രിൽ തന്നെയാണ്, അപ്പോൾ ഏപ്രിൽ APR എന്ന് തന്നെയാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അങ്ങനെ എൻ്റർ ചെയ്തിട്ട് മാത്രം മതി. ഇനി നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം VIയുടെ വരുന്നത് ആ ഒരു VI സിം എടുത്ത സമയത്ത് നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐ ഡി, അല്ലെങ്കിൽ VIയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അത് ലോഗിൻ ചെയ്യാൻ കൊടുത്ത സമയത്തുള്ള ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു PDF നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് VI ഓപ്പറേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. മനസ്സിലായോ? ഇനി നമുക്ക് ജിയോ എങ്ങനെയാണ് നോക്കാം. ജിയോയുടെ ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് കേട്ടോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജിയോ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മുകളിൽ തന്നെ സെർച്ച് ബാർ കാണാൻ സാധിക്കും. നിങ്ങൾ ആ സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മൈ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ബിൽ പേയ്മെൻറ്റ്സ് അല്ല, മൈ സ്റ്റേറ്റ്മെൻറ്റ്, അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് 7 ഡേയ്സ് ഉണ്ട്, 50 ഡേയ്സ് ഉണ്ട്. എത്ര ദിവസത്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത്ര ദിവസം മുതൽക്ക് ഇത്ര ദിവസം വരെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റം ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രം ടു ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ
സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. 3 ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കും. ഒന്ന് ഇമെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരും. മാത്രമല്ല പിന്നെ ഒന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ഒന്നും ചെയ്യേണ്ട, സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ മതിയെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ഫോണിൽ തന്നെ ഡൗൺലോഡ് ആയി കിട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റൻ്റ് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് PDF ലഭിക്കും. ആർക്കൊക്കെ കോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.